ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവാം, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിത് വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്കിൻ ഡാമേജ് ആയിട്ടുള്ളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിലൂടെ മെസ്സേജ് ഇട്ടിട്ടുണ്ട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ മെസ്സേജസ് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ എനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺബേൺ അടിച്ചതാണ്. ഇത് സംഭവിച്ചത് 2024 സംഭവിച്ചത്. ഞാൻ അത്ര വെയിൽ കൊള്ളുന്ന ആളൊന്നും അല്ലായിരുന്നു. ഇത് 90% സംഭവിച്ചത് എൻ്റെ കെയർലെസ്നെസ് കൊണ്ടും ഞാൻ സ്കിൻ നോക്കാത്തത് കൊണ്ടും ഒക്കെ ഉള്ളൊരു പ്രോബ്ലം കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഉദ്ദേശിക്കുന്നത് എന്നെപ്പോലെ സ്കിൻ കെയർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. കെയർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു അവെയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ 2021 ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ആസ് എൻ അക്കൗണ്ടൻറ്റ്. അങ്ങനെ 2021 ലാസ്റ്റ് 2022 ഫുള്ള് ഞാൻ വർക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ കമ്പനി എന്ന് പറയുന്നത് ഫുള്ളി എയർ കണ്ടീഷണറായിരുന്നു. അപ്പോൾ ഞാൻ വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ കുഞ്ഞ് വെയിലുണ്ടാവത്തില്ല, വൈകുന്നേരം ഒരു 5:30-6 ആ ടൈമിലുള്ള വെയിൽ ഞാൻ കൊണ്ടുകൊണ്ടിരുന്നത്. അല്ലാണ്ട് വേറെ വെയിലൊന്നും എനിക്ക് കൊള്ളേണ്ട സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2023 എൻ്റെ കല്യാണം കഴിഞ്ഞത്. പെട്ടെന്ന് തന്നെ കൺസീവ് ആയി, ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് ഞാൻ ജോബ് കിട്ടേണ്ടി വന്നു. അപ്പോഴും വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുഞ്ഞിന് ജനിച്ച് കഴിയുമ്പോൾ നമ്മുടെ റൊട്ടീൻ മൊത്തം ചേഞ്ച് ആകും. അത് അമ്മമാർക്ക് അറിയാം. ലൈക്ക് കുഞ്ഞിൻ്റെ ഇതനുസരിച്ച് നമുക്ക് ജോലികളും ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ റൊട്ടീനൊക്കെ മാറിയപ്പോൾ ഞങ്ങൾക്ക് പുറത്താണ് അലക്കണത്. അപ്പോൾ കുഞ്ഞിൻ്റെയൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല തുണിയൊന്നും. അപ്പോൾ ഞാൻ അങ്ങനെ 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ കുഞ്ഞിൻ്റെ തുണിയൊക്കെ വാഷ് ചെയ്യുന്നതും ടെറസിൽ കൊണ്ടുപോയി ഇടുന്നതൊക്കെ. അപ്പം നല്ല ഡയറക്റ്റ്, അതായത് ജാനുവരി ആ ടൈമിലൊക്കെ എന്ന് പറയുമ്പോൾ നല്ല എഫക്റ്റുള്ള വെയിലാണ് അടിക്കുന്നത്. ഞാൻ ഒരു പ്രൊട്ടക്ഷനും, ഞാൻ പറഞ്ഞില്ലേ ഞാൻ സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ആളാണ്. ഞാൻ ആകെ കണ്ണെഴുതും, സാധാ പൗഡർ ഇടും, വേറെ ഒന്നും അതിനെക്കുറിച്ച് എനിക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല. എൻ്റെ വിചാരം അതൊന്നും വേണ്ടാന്നായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ആഗ്രഹമുണ്ട്, പക്ഷെ അറിയത്തില്ല എന്ത് യൂസ് ചെയ്യണമെന്നൊന്നും ഒരു പിടുത്തമില്ല. ഞാൻ ഇങ്ങനെ യൂട്യൂബ് ഇതുപോലെ കാണുമ്പോൾ പല ഇൻഫ്ലുവൻസേഴ്സും പല ബ്രാൻഡിലും പറയും. അപ്പം ഞാനിതുപോലെ ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞ് ഞാൻ ഒന്നാമത് ഡസ്കി സ്കിന്നാണ്. അപ്പോൾ ഞാനത് അപ്ലൈ നോക്കിയപ്പോൾ എൻ്റെ ഒന്നുകൂടി ഞാൻ ഇരുണ്ടിരിക്കണു. അപ്പോൾ എനിക്ക് ഉള്ള കോൺഫിഡൻസ് മൊത്തം പോയി. അതുകൊണ്ട് എനിക്ക് സൺസ്ക്രീൻ ഇഷ്ടമല്ലാതെ, കാരണം എനിക്കറിയില്ല ഏതാണ് എൻ്റെ സ്കിന്നിനെ പറ്റിയതുണ്ടോ, അല്ലെങ്കിൽ അതൊന്നും എനിക്ക് വലിയ ബോധം ഉണ്ടായിരുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ട് പിന്നെ അങ്ങനെ പോയി ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെയിലൊക്കെ കൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കിന്നൊക്കെ റെഡ് ആവാൻ തുടങ്ങി. ലൈക്ക് മൂക്കിൻ്റെ അവിടെ, മെയിനായിട്ട് കണ്ണിൻ്റെ അടിയിൽ, മൂക്കിൻ്റെ അവിടെ, അങ്ങനെയൊക്കെ ഇങ്ങനെ റെഡ് റാഷസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കെയർ ചെയ്തില്ല, കുഴപ്പമില്ല മാറും എന്നുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ നെയ്ബേഴ്സൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്ത് പറ്റി, ഫേസ് നോക്കണം. പ്രത്യേകിച്ച് മൈ ഇൻലോ, പുള്ളിക്കാരിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു മുഖത്ത് എന്ത് പറ്റൂ എന്താണ് അങ്ങനെയൊക്കെ. എന്നേക്കാൾ ടെൻഷൻ പുള്ളിക്കാരിക്കാം ഇപ്പോഴും. അപ്പോൾ പുള്ളിക്കാരി നിർബന്ധിച്ച് ഞാനങ്ങനെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു സൺബേൺ അടിച്ചതാണ്, ഫേസ് ഡാമേജ് ആയിക്കാണ്, അപ്പോൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ഫീഡ് ചെയ്യണം ടൈം ആയതുകൊണ്ട് എനിക്ക് അത്രയും എഫക്റ്റ് ആയതുകൊണ്ട് ഓയിൽമെൻറ്റിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല. അതേ ഓയിൽമെൻറ്റ് തന്നു, പക്ഷേ എനിക്കത് അത്രയും ഏറ്റിട്ടുണ്ടായില്ല. കാരണം നല്ല രീതിക്ക് റെഡായിരുന്നു, ഇവിടെയൊക്കെ നല്ല റെഡായി. പിന്നെ ഡ്രൈ ആവാൻ തുടങ്ങി, എൻ്റെ സ്കിന്നൊക്കെ പീൽ ഓഫ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എനിക്കപ്പോൾ ഓറലി ഒരു മെഡിസിൻ തന്നു. ഞാൻ ഫീഡ് ചെയ്യണോണ്ട് അത്ര ഡോസ് ഇല്ലാത്ത രീതിയിൽ എനിക്ക് ഓറലി മെഡിസിൻ ഞാൻ കഴിച്ചു. അപ്പോൾ ഒരു ചെറിയ രീതിയിൽ കുറഞ്ഞു. പിന്നെ എനിക്ക് ഇച്ചിങ്സും ഉണ്ടായിരുന്നു നന്നായിട്ട് മൂക്കിൻ്റെ അവിടേക്ക് എനിക്ക്. അപ്പം നമുക്ക് അങ്ങനെ കടിക്കുമ്പോൾ ഞാൻ മാന്തി, പിന്നെ കോൺഫിഡൻസ് എവിടെയോ നഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ ഡോക്ടർ കൺസൾട്ട് ചെയ്തു വീണ്ടും. അങ്ങനെ ഓറലി മെഡിസിൻ കഴിച്ച് കുറച്ചൊക്കെ മാറ്റം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ എനിക്ക് നല്ലൊരു സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ആൻഡ് ലിപ് ബാം, ഈ 3 എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഈ 3 കൂടി 1500 ആ ഒരു റേഞ്ചിലായിരുന്നു. 3 കൂടി കേട്ടോ 1500 ആയിരുന്നു. ഡോക്ടർ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൺസ്ക്രീൻ 3 മണിക്കൂർ കഴിയുമ്പോൾ റീഅപ്ലൈ ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം, ടൈം എടുക്കും, മാറും എന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ പിശുക്കി ഉണർന്നത്. സൺസ്ക്രീൻ അത്ര വലുതല്ല, എന്നാലും ഓക്കെയാണ്, പക്ഷെ അത് ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തീരുന്നു. അപ്പോൾ വീണ്ടും വാങ്ങിക്കുമ്പോൾ കാശ് വീണ്ടും കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിശുക്കി ഉപയോഗിക്കാം എന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ മാത്രം ഇടും. ഞാൻ വിചാരിച്ചു വീട്ടിലല്ലേ, കുഴപ്പമൊന്നുമില്ല, സണ്ണടിക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. കാരണം റെഡൊക്കെ പോയപ്പോൾ എനിക്ക് അഹങ്കാരവും കൂടി, മാറിക്കോളും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ അപ്പോഴും നല്ല ടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫേസിൽ. എന്നിട്ട് ഞാൻ സൺസ്ക്രീൻ ഉപയോഗിച്ചപ്പോൾ ചെറിയ രീതിയിൽ ടാനൊക്കെ കുറയാൻ തുടങ്ങി. അങ്ങനെ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഡെയിലി ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ തുടങ്ങി.
അത് കഴിഞ്ഞിട്ട് മാറാൻ തുടങ്ങി കേട്ടോ, റെഡ്നിഷൊക്കെ മാറി. പിന്നെ പക്ഷേ എൻ്റെ പഴയ സ്കിൻ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. പഴയ നല്ല നോർമൽ സ്കിന്നായിരുന്നു, പക്ഷെ ഇപ്പോൾ ഡ്രൈ ആണ്. ഓവർ ഡ്രൈ അല്ല, ആ വന്ന ഭാഗത്തൊക്കെ ഇപ്പോഴും ഇവിടെ എനിക്ക് മോയ്സ്ചറൈസർ ഒരു ടൈം കഴിഞ്ഞ് തേച്ചില്ലെങ്കിൽ ഡ്രൈ ആയിട്ട് എന്തോ പോലെ തോന്നും. അങ്ങനെ ചുണ്ട് അതെ അതുപോലെ തന്നെ ഡ്രൈ ആവാൻ തുടങ്ങും. ഇപ്പോഴും ഇത് പറഞ്ഞ പോലെ ഇത്രയും മാറിയെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ക്യൂർ ആവുന്നുണ്ടായിരുന്നില്ല. വൈറ്റ് പാച്ചസ് പോലെ ഡിസ്കളറേഷൻ ഇപ്പോഴും ഉണ്ട് ഇവിടെയും. അത് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ വൈറ്റ് പാച്ചസ് മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് മനസ്സിലായി തുടങ്ങി സ്കിൻ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ റെഡി ആകുമ്പോഴാണ് എനിക്കത് റിയലൈസ് ചെയ്യണത്, എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം എന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു നോക്കാം, കറക്റ്റ് കെയർ ചെയ്യാൻ തുടങ്ങി ഞാൻ. അപ്പോൾ വിത്തിൻ 1 month എനിക്ക് നല്ല മാറ്റം ഉണ്ടായി. അതായത് എൻ്റെ സ്കിൻ ഹെൽത്തി ആയി, അതെനിക്ക് നല്ല ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം ടാൻ കുറഞ്ഞു, കുരുക്കളൊക്കെ പോയി, ഡ്രൈനെസ് മാറി. അങ്ങനെ എൻ്റെ സ്കിൻ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതിൽ ഞാൻ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടെന്നുള്ളത്. അതുപോലെ അറിയാത്ത കുറേ പേരുണ്ടാവും ഏത് സൺസ്ക്രീൻ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യണോ, അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇപ്പോൾ ഇനിയിപ്പോൾ ജാനുവരി ഫെബ്രുവരി ഒക്കെ നല്ല വെയിലായിരിക്കും, പണ്ടത്തെ വെയിൽ പോലെയല്ല, നല്ല എക്സ്റ്റെൻഡഡ് വെയിലായിരിക്കും എന്നാണ് ഡോക്ടർ തന്നെ പറയുക. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് നല്ലോണം വെള്ളം കുടിക്കുക, സ്കിൻ നന്നായിട്ട് നോക്കുക. അല്ല ഒരു നേരം സൺസ്ക്രീൻ തേക്കുന്നവരുണ്ടാവാം, പിന്നെ കുഴപ്പമില്ലെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാകും. കാരണം അത്രയും സൺബേൺ അടിച്ച എൻ്റെ ഫേസിൽ നിന്ന് ഞാൻ പറയുന്നത് ഞാൻ പെർഫെക്റ്റ് ഓക്കെ ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഐ എം ഹാപ്പി ആൻഡ് ഐ എം കോൺഫിഡൻറ്റ് നൗ. കൊടുത്താലേ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ എന്ന് ആൾക്കാർ പറയത്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിനോട് നമ്മൾ സ്നേഹവും നമ്മൾ അതിനനുസരിച്ച് നമ്മൾ കെയർ ചെയ്താലേ അത് നമുക്ക് റിസൾട്ട് തരത്തുള്ളൂ. അത് നമ്മുടെ മുടി ആയിക്കോട്ടെ, മുഖം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ അതിനെ കെയർ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി ചെയ്താലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് നോ കെയേഴ്സ് എന്നുള്ള മൈൻഡിൽ എന്താ പറയുക, എന്നെപ്പോലെ നടന്നു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ, ഇതുവരെയായിട്ടും എന്നെപ്പോലെ സൺസ്ക്രീൻ ഏത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ മോയ്സ്ചറൈസ് ചെയ്ത് ഉപയോഗിക്കണം, ലിപ് ബാം ഏത് ഉപയോഗിക്കണം എന്ന് ഇപ്പോഴും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. എനിക്ക് ഡോക്ടർ തന്ന സൺസ്ക്രീൻ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നു. ഐ തിങ്ക് ഇത് എല്ലാ സ്കിൻ ടോണിനും യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത് വേണ്ടവർ ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് പ്രൊഡക്റ്റിൻ്റെ നെയിമൊക്കെ പറയാം. എങ്കിലൊക്കെ എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിത് ഒരു പുതിയ അവയർനെസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിന്നെ കുട്ടിയാട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്